ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഈ സീസണിൽ അങ്ങനെ രണ്ടാം തവണയും ലക്നൗ സൂപ്പർ ജയൻസിനെ ഡൽഹി ക്യാപിറ്റൽസ് തോൽപ്പിച്ചിരിക്കുന്നു. ഇവർ അവസാനം കണ്ടുമുട്ടിയപ്പോൾ ഒരു ത്രില്ലറിൽ അവസാന നിമിഷമാണ് ഡൽഹി ക്യാപിറ്റൽസ് വിജയം സ്വന്തമാക്കിയതെങ്കിൽ ഇന്നലത്തെ മത്സരം ഏറെക്കുറെ ഏകപക്ഷീയമായിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസ് ഉയർത്തിയ 160 എന്ന വിജയലക്ഷ്യം 18ാമത്തെ ഓവറിലെ 5ാം പന്തിൽ വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് മറികടന്നു. ഈ മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ LSGയുടെ ഭാഗത്തു നിന്ന് വിചിത്രമായ അതുപോലെ ഇൻകൺസിസ്റ്റന്റ് ആയ കുറെ തീരുമാനങ്ങൾ നമ്മൾ കണ്ടു. അതായത് നമ്മളുടെ ആ ലോജിക്കിന് നിരക്കാത്ത തീരുമാനങ്ങൾ. ഇന്നലെ നമ്മൾ ഈ ആഴ്ചയിലെ ബെസ്റ്റ് പെർഫോമൻസിനെ ഉൾപ്പെടുത്തി ഒരു ടീം ഓഫ് ദ വീക്ക് വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഉൾപ്പെടുത്തിയിരുന്നത് അബ്ദുൾ സമദിനെയാണ്. അത് അബ്ദുൾ സമദിനെ ഞാനൊരു ഫിനിഷിംഗ് റോളിലേക്കാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി ഇന്നലത്തെ മത്സരത്തിന് മുൻപ് 111 റൺസാണ് ഈ സീസണിൽ സമദ് എടുത്തിരുന്നത്. ആ റൺസ് എടുത്തത് ഒരു 222 സ്ട്രൈക്ക് റേറ്റിലാണ്. പ്രത്യേകിച്ച് ആ RRനെതിരെയുള്ള മത്സരത്തിൽ സന്ദീപ് ശർമ്മ അവസാന ഓവറിൽ 4 6 അടിച്ചത് 160 താഴെ ഒതുങ്ങേണ്ട സ്കോർ 180 പോയത് സമദിന്റെ ഒരു ഇന്നിംഗ്സ് കൊണ്ടാണ്. അങ്ങനെ ഫിനിഷിംഗിൽ മികവ് കാണിച്ചിരുന്ന അബ്ദുൾ സമദിനെ ഇന്നലെ 4ാം നമ്പറിലാണ് LSG ഇറക്കിയത്. അതായത് ഋഷഭ് പന്ത് ഇറങ്ങേണ്ട സ്ലോട്ടിലാണ് അബ്ദുൾ സമദിനെ അവർ ഇറക്കിയത്. സമദ് ആണെങ്കിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തു. 8 പന്തിൽ നിന്ന് 2 റൺസാണ് സമദ് എടുത്തത്. ഇപ്പോൾ ചില ടീമുകൾ ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പോൾ ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ വരുന്നതിന് വേണ്ടി ബാറ്റിംഗ് ഓർഡറിൽ ചേഞ്ച് വരുത്താറുണ്ട്. ഇവിടെ അങ്ങനെയും ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം നിക്കോളാസ് പുറാൻ പുറത്താവുമ്പോൾ ക്രീസിൽ നിൽക്കുന്നത് മിച്ചൽ മാർഷാണ്. ഋഷഭ് പന്ത് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പോയും കിട്ടും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് അവർ ഋഷഭ് പന്തിനെ ഇറക്കാഞ്ഞത്? ഈ IPLലെ ഏറ്റവും വില കൂടിയ താരമാണ്, അതുപോലെ തന്നെ ടീമിന്റെ ക്യാപ്റ്റനാണ്, ഒരു നല്ല മിഡിൽ ഓർഡർ ബാറ്ററാണ്. ഈ സീസണിൽ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ കൂടി ആ ഒരു പൊസിഷനിൽ വരേണ്ടത് ഋഷഭ് പന്ത് തന്നെയാണ്. പക്ഷെ ഋഷഭ് പന്തിനെ ഇറക്കിയില്ല. ആ ഒരു ഫസ്റ്റ് ഇന്നിംഗ്സ് കഴിഞ്ഞപ്പോൾ ഋഷഭ് പന്തിന് പരിക്ക് കണ്ടേക്കാം എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനൊക്കെ വന്നു. എന്നുള്ളത് സെക്കൻഡ് ഇന്നിംഗ്സിൽ അങ്ങനെ ഒരു പരിക്കില്ലാന്ന് തെളിഞ്ഞു. പന്ത് തന്നെ ഫുൾ ടൈം കീപ്പ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇഞ്ചുറി എന്നുള്ളൊരു ഡിസ്കഷൻ അവിടെ വരേണ്ട ആവശ്യമില്ല. അത് അവരുടെ തീരുമാനം തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജ് ക്യാപിറ്റലൈസ് ചെയ്യാനാണ് സമദിനെ ഇറക്കിയതെന്നാണ് ഋഷഭ് പന്ത് പറഞ്ഞത്. അപ്പോൾ അവിടെ പാളിപ്പോയി. തീരുമാനങ്ങളിലെ പാളിച്ചകൾ അവിടെയും തീർന്നില്ല. 5ാമനായി ഇറങ്ങിയത് ഡേവിഡ് മില്ലർ ആണ്. അത് കഴിഞ്ഞ് ഋഷഭ് പന്തിന് മുമ്പ് അവർ ഇമ്പാക്ട് പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്തത്, ആയുഷ് ബദോണി. ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത് ആയുഷ് ബദോണി, പ്രത്യേകിച്ച് LSG ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ സ്ഥിതിക്ക് ആയുഷ് ബദോണി എന്തുകൊണ്ട് ടീമിൽ ഇല്ലായിരുന്നു എന്നത് മറ്റൊരു ചോദ്യമാണ്. ഇവിടെ ഇമ്പാക്ട് പ്ലെയറിനെ തങ്ങളുടെ ക്യാപ്റ്റന് മുകളിൽ ഇവർ ഇറക്കി വിട്ടു. ആയുഷ് ബദോണി നല്ലൊരു ഇന്നിംഗ്സ് ആണ് കളിച്ചത്. അത് അല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 27 കോടി രൂപ കൊടുത്തൊരു പ്ലെയറിനെ ഇറക്കുന്നു. ആ പ്ലെയറിനേക്കാൾ മുമ്പ് ഇമ്പാക്ട് പ്ലെയറിനെയും കൂടി വിടാനാണ് ഇവർ തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ അത്രയും വില കൊടുത്തൊരു പ്ലെയറിനെ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഇഞ്ചുറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ അതൊന്നുമില്ല. അപ്പോൾ എന്നിട്ട് അവസാനം 7ാമനായിട്ട് വെറും 2 പന്തുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇറക്കുന്നു. ആദ്യത്തെ പന്ത് വീശുന്നു, കിട്ടുന്നില്ല. അടുത്ത പന്ത് ബൗൾഡ് ആവുന്നു. അപ്പോൾ 2 പന്തിൽ 0. അപ്പോൾ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഓൾറെഡി ഫോമിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പ്ലെയറിനെ അവസാന 2 പന്ത് ഫേസ് ചെയ്യാനായിട്ട് ഇറക്കി വിടുന്നു. ക്യാപ്റ്റൻ കൂടിയാണെന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങളെല്ലാം പാളിപ്പോയി. പിന്നീട് ഈ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഋഷഭ് പന്ത് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് മയങ്ക് യാദവിനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കാൻ അവർ ആലോചിച്ചിരുന്നു, പക്ഷേ ബദോണി ഇറക്കേണ്ടി വന്നു എന്ന്. ആ ഒരു തീരുമാനത്തിലെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ RRമായിട്ടുള്ള കഴിഞ്ഞ മത്സരത്തിൽ LSG ഫീൽഡ് ചെയ്ത അതേ ബോളിംഗ് യൂണിറ്റ് ഇന്നലെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എവിടെയാണ് തെറ്റിയത് എന്നാണ് ചോദ്യം വരുന്നത്. ഇപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് ബദോണിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ട് ഒരു ബോളറെ കുറച്ച് ഇറങ്ങാമായിരുന്നു. പിന്നീട് ആ ബോളറെ ഇമ്പാക്റ്റ് ആയിട്ട് ഇവർക്ക് ആഡ് ചെയ്യാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ അവർക്ക് മയങ്ക് യാദവിനെ അവിടെ ആഡ് ചെയ്യാം. പക്ഷെ ഇവരാദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ട് അവരുടെ കഴിഞ്ഞ മത്സരത്തിൽ ബോളിങ്ങിൽ വന്ന ആ ഒരു ബോളിംഗ് യൂണിറ്റിനെ തന്നെ വെച്ചുകൊണ്ട് അവർ ബാറ്റിങ്ങിന് ഇറങ്ങി. പിന്നീട് ബോളിങ്ങിന് വന്നപ്പോൾ ആയുഷ് ബദോണിയെ നേരത്തെ ഇറക്കേണ്ടി വന്നതുകൊണ്ട് മയങ്ക് യാദവിനെ ഇറക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻകൺസിസ്റ്റൻസീസും വിചിത്രമായ തീരുമാനങ്ങളും ഒക്കെയാണ് ഇവരെ പിന്നോട്ടടിക്കാൻ ഒരു കാരണമായത്. പിന്നീട് ഡൽഹി ക്യാപിറ്റൽസിന്റെ എക്സലന്റ് എക്സിക്യൂഷൻ, അത് നമ്മൾ പറയാതിരിക്കാനാവില്ല. ഈ മത്സരം തുടങ്ങിയപ്പോൾ നല്ലൊരു ഫൗണ്ടേഷനാണ് എയ്ഡൻ മാർക്രോ, മിച്ചൽ മാർഷൂടെ നമ്മുടെ LSGക്ക് നൽകിയത്. ആദ്യത്തെ 9 ഓവറിൽ 82 റൺസ് ഉണ്ടായിരുന്നു. ഇനി ഫേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പവർ പ്ലേയിൽ 51 റൺസ്. അത് കഴിഞ്ഞിട്ട് മിഡിൽ ഫേസിലോട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് 9 ഓവറിന് ശേഷം നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിൽ പിടിമുറുക്കി. അപ്പോൾ വിക്കറ്റുകൾ വീഴ്ത്തി. ആ ഒരു മിഡിൽ ഫേസിൽ വെറും 67 റൺസ് കൊടുത്ത് 4 വിക്കറ്റാണ് അവർ എടുത്തത്. ഇപ്പോൾ നമ്മൾ 9ാമത്തെ ഓവർ കഴിഞ്ഞ് പിന്നീടുള്ള 7 ഓവർ നോക്കിക്കഴിഞ്ഞാൽ വെറും 36 റൺസ് ഇവർ കൊടുത്തുള്ളൂ, 4 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ്, അതായത് ഇത്രയും നല്ലൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബിൽഡ് ചെയ്ത ഒരു 180 190 ഒക്കെ സ്കോർ വരേണ്ട സ്ഥാനത്താണ് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് ഇവരെ മനോഹരമായിട്ട് റെസ്ട്രിക്ട് ചെയ്തത്. അവിടെ മുകേഷ് കുമാറിന്റെ ആ ഒരു പങ്ക് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. 4 വിക്കറ്റുകൾ വീഴ്ത്തി. അതുപോലെ തന്നെ ഷമീരയാണ് ഇന്ന് തുടക്കമിടുന്നത്, മാർക്രത്തിന്റെ വിക്കറ്റ് എടുത്തിട്ട്. പിന്നീട് മുകേഷ് കുമാർ നമ്മുടെ മിച്ചൽ മാർഷിന്റെയും അബ്ദുൾ സമദിന്റെയും ആയുഷ് ബദോണിയുടെയും അവസാനം പന്തിന്റെയും വിക്കറ്റ് എടുത്തു. 4 വിക്കറ്റുകളാണ് മുകേഷ് കുമാർ സ്വന്തമാക്കിയത്. ഇവിടെ അക്ഷർ പട്ടേലിന്റെ ക്യാപ്റ്റൻസ് നമ്മൾ എടുത്തു പറയണം. ഇപ്പോൾ അവരുടെ സൈഡിൽ നിക്കോളാസ് പുറാൻ ഉണ്ട്. നിക്കോളാസ് പുറാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്റർ ആണ്. അതുപോലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് എപ്പോഴും ഒരു 200+ ആണ്. ഇവിടെ സ്റ്റാർക്കിന് നമ്മുടെ നിക്കോളാസ് പുറാനുമായിട്ട് നല്ലൊരു മാച്ചപ്പ് ഉണ്ട്. അതായത് ഇവിടെ സ്റ്റാർക്കിന് നിക്കോളാസ് പുറാന് മേൽ നല്ലൊരു റെക്കോർഡുണ്ട്, ഒരു എഡ്ജ് ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നല്ല റെക്കോർഡ് ഉള്ളപ്പോൾ
ആദ്യം ഒരു ഓവർ എറിഞ്ഞതിന് ശേഷം സ്റ്റാർക്കിനെ നിക്കോളാസ് പുറാനായിട്ട് മാറ്റിവെച്ചു. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലെഫ്റ്റ് ആം ഓർത്തഡോക്സ്, അതായത് അക്ഷർ പട്ടേൽ എന്ന് പറയുന്നത് നിക്കോളാസ് പുറാൻ ഒരു ഫേവറബിൾ മാച്ചപ്പാണ്. അതായത് ഇപ്പോൾ നന്നായിട്ട് ബോൾ ചെയ്യുന്ന സായി കിഷോറിനെ നിക്കോളാസ് പുറാൻ അറ്റാക്ക് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ അക്ഷർ പട്ടേലിന്റെ മുകളിൽ ആ ഒരു ആനുകൂല്യം, ആ ഒരു മാച്ചപ്പിന്റെ ആനുകൂല്യം നിക്കോളാസ് പുറാൻ ഉള്ളപ്പോൾ തുടക്കം തന്നെ അക്ഷർ പട്ടേൽ തൻ്റെ ഓവർ എറിഞ്ഞു മാറി. അതായത് 4 ഓവറിൽ വെറും 29 റൺസ് മാത്രം കൊടുത്തിട്ട് എറിഞ്ഞു മാറി. എന്നിട്ട് നിക്കോളാസ് പുറാൻ ക്രീസിൽ വന്നപ്പോൾ മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുവന്നു. മിച്ചൽ സ്റ്റാർക്ക് ആണെങ്കിൽ നിക്കോളാസ് പുറാന്റെ വിക്കറ്റ് ഇടുകയും ചെയ്തു. 5 പന്തിൽ നിന്ന് 9 റൺസ് മാത്രം എടുക്കാനാണ് നിക്കോളാസ് പുറാന് കഴിഞ്ഞത്. അപ്പോൾ സ്റ്റാർട്ടിങ് ആദ്യത്തെ 2 പന്തുകളും ബൗണ്ടറി അടിച്ചാണ് നിക്കോളാസ് പുറാൻ തുടങ്ങിയത്. പക്ഷേ എന്നാൽ സ്റ്റാർക്കിന് മുന്നിൽ പുറാൻ ഒരു തവണ കൂടി പരാജയപ്പെട്ടതോടെ ആ ഒരു ക്യാപ്റ്റൻസി തന്ത്രം ഫലിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിക്കോളാസ് പുറാന്റെ വിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ടോട്ടൽ സ്കോറിൽ 30-40 റൺസ് ഒക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയേക്കാവുന്ന ഒരു വിക്കറ്റാണ്. അത് ഒരു ബ്രില്യൻ ക്യാപ്റ്റൻസി, അത് നമ്മൾ അക്ഷർ പട്ടേലിനെ അപ്ലോഡ് ചെയ്തേ മതിയാവും. അതൊരു ഗെയിം ഡിഫൈനിങ് ഡിസിഷൻ ആയിരുന്നു. അത് വളരെ മികച്ചൊരു ക്യാപ്റ്റൻസി ആയിരുന്നു അക്ഷർ പട്ടേലിന്റെ. പിന്നീട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അബ്ദുൾ സമദ് സ്ട്രഗിൾ ചെയ്തു, അതുപോലെ ഡേവിഡ് മില്ലർ സ്ട്രഗിൾ ചെയ്തു. 15 പന്തിൽ 16 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. ഒരു വിക്കറ്റ് പോലും അടിക്കാൻ കഴിഞ്ഞില്ല, ഒരു 4 മാത്രമാണ് ഉള്ളത്. പിന്നീട് ഋഷഭ് പന്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ ആയുഷ് ബദോണി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങി 21 പന്തിൽ 36 റൺസ് എടുത്തു, 6 4 അടക്കം 36 റൺസ് എടുത്തു. ബദോണിയാണ് ഇവരുടെ സ്കോർ ഒരു 160 അടുത്തെങ്കിലും എത്തിച്ചത്. ഇപ്പോൾ ബദോണിയും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 140-145 റേഞ്ചിൽ ഒതുങ്ങിയേനെ. ഇപ്പൊ ഇവര് സിമ്പിൾ ആയിട്ട് ഋഷഭ് പന്തിനെ 4ാം സ്ഥാനത്ത് ഇറക്കിയിട്ട് സമദിനെ ഫിനിഷിംഗിൽ വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അവർ മൊത്തം മിക്സപ്പ് ചെയ്ത് കുളവാക്കി കളഞ്ഞു. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അക്ഷർ പട്ടേൽ ഞാൻ പറഞ്ഞു വിക്കറ്റ് ഒന്നും എടുത്തില്ലെങ്കിലും ഡീസെന്റ് ആയിട്ട് എറിഞ്ഞു മാറി. അതുപോലെ സ്റ്റാർക്ക് 4 ഓവറിൽ 25 റൺസ് മാത്രം കൊടുത്ത ഒരു വിക്കറ്റ്. ഇപ്പോൾ ഞാൻ ഈ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോ പറഞ്ഞിരുന്നു, സ്റ്റാർക്ക് ഈയിടെയായിട്ട് നന്നായിട്ട് എക്സ്പെൻസീവ് ആവുന്നുണ്ട്. ഇപ്പോൾ സ്റ്റാർക്കിന്റെ ഇക്കോണമി റേറ്റ് എബൌട്ട് 10 ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ ഒരു 6.25 ഇക്കോണമിയിൽ സ്റ്റാർക്ക് എറിഞ്ഞു മാറി. പിന്നീട് മുകേഷ് കുമാർ 4 വിക്കറ്റ് എടുത്തു, ചമീര 1 വിക്കറ്റ് എടുത്തു, 3 ഓവറിൽ 25 റൺസ് കൊടുത്ത് 1 വിക്കറ്റ് എടുത്തു. കുൽദീപ് യാദവിന് ഇതൊരു നല്ല മത്സരം ആയിരുന്നില്ല, 4 ഓവറിൽ 33 റൺസ് കൊടുത്തു, 8.25 ഉള്ളൂ എങ്കിലും വിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അതുപോലെ വിപ്രസ് നിഗമനെ കൊണ്ട് 1 ഓവർ മാത്രമേ എറിയിച്ചുള്ളൂ, 14 റൺസ് കൊടുത്തു. അവൻ ടോട്ടലി 189 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബോളിംഗ് എഫേർട്ട് ആയിരുന്നു. അതായത് ഒരു 180 ഒക്കെ പാർ സ്കോർ വരുന്ന പിച്ചിൽ 20 റൺസിൽ താഴെ അവരെ ഒതുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു എഫേർട്ട് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ അഭിഷേക് പോർലും കരുൺ നായരും നല്ല രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. പക്ഷേ കരുൺ നായർ വിക്കറ്റ് പോയി. കരുൺ നായർ മാർക്കത്തെ ആക്രമിക്കാനുള്ളൊരു ശ്രമത്തിൽ പുറത്തായി. 9 പന്തിൽ 15 റൺസാണ് കരുൺ നായർ എടുത്തത്. നല്ലൊരു സ്റ്റാർട്ടായിരുന്നു, പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് പവർ പ്ലേ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് വിക്കറ്റ് നഷ്ടമൊന്നുമില്ല, 54 റൺസാണ് അവർ പവർ പ്ലേയിൽ നേടിയത്. 1 ഡൗൺ ആയിട്ട് വന്നത് KL രാഹുലാണ്. KL രാഹുൽ കുറച്ച് കോഷ്യസ് സ്റ്റാർട്ടായിരുന്നു. അഭിഷേക് പോർൽ നന്നായിട്ട് തന്നെ കളിച്ചു. അഭിഷേക് പോർലിന്റെ ഈ സീസണിലെ ആദ്യത്തെ 50 ആണ്. 36 പന്തിൽ 51 റൺസാണ് എടുത്തത്. പിന്നീട് അക്ഷർ പട്ടേൽ വന്നു. അതായത് ഇപ്പോൾ അഭിഷേക് പോർൽ ഔട്ടായതിനു ശേഷം KL രാഹുലും അക്ഷർ പട്ടേലും വളരെ നന്നായിട്ട് തന്നെ കളിച്ചു. അതിൽ അക്ഷർ പട്ടേലിന്റെ ഒരു ഹാൻഡ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് നല്ല അറ്റാക്കിംഗ് രീതിയിലാണ് കളിച്ചത്. മത്സരം 18ാമത്തെ ഓവറിൽ തീർക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് അക്ഷർ പട്ടേൽ വഹിച്ചിട്ടുണ്ട്. 20 പന്തിൽ 34 റൺസ്, ഒരു 4ഉം 4 6ഉം അടക്കം 34 റൺസാണ് അക്ഷർ പട്ടേൽ എടുത്തത്. KL രാഹുലിന് ഇതൊരു സ്വീറ്റ് റിവെഞ്ച് പോലെയാണ്. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഞാൻ പ്രിവ്യൂ വീഡിയോ തന്നെ മറ്റേ സഞ്ജീവ് ഗോങ്കയായിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഈ സീസണിൽ ആദ്യം LSGക്കെതിരെ കളിക്കാൻ രാഹുലിന് കഴിഞ്ഞില്ല. എന്നാൽ ഈ മത്സരത്തിൽ രാഹുൽ കളിക്കുകയും 50 അടിക്കുകയും ചെയ്തു. അപ്പോൾ രാഹുലിനും വളരെ നല്ലൊരു മത്സരമായിരുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു വിജയമായിരുന്നു ഡൽഹി ക്യാപിറ്റൽസിൻ്റേത്. ഇനി ഇവരുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കത്തിനാണ് 2 വിക്കറ്റും കിട്ടിയത്. 3 ഓവറിൽ 30 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. ബാക്കി ആർക്കും വിക്കറ്റ് ഇടാൻ കഴിഞ്ഞില്ല. ആവേശ് ഖാൻ നല്ല ഡീസെന്റ് ആയിട്ട് ബോൾ ചെയ്തു, 3 ഓവറിൽ 19 റൺസേ കൊടുത്തുള്ളൂ. പിന്നീട് ദിഗ്വേഷ് സതി നന്നായിട്ട് തന്നെ പന്തെറിഞ്ഞു, 4 ഓവറിൽ 24 റൺസേ കൊടുത്തുള്ളൂ. 2 പേർക്കും വിക്കറ്റ് കിട്ടിയില്ല. പിന്നെ വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാതെ ഇവര് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസ് സ്കോർ ചേസ് ചെയ്തു. ഇനി നമ്മൾ മാൻ ഓഫ് ദ മാച്ചിനെ പറ്റി പറഞ്ഞാൽ LSGയുടെ 4 വിക്കറ്റുകൾ എടുത്ത മുകേഷ് കുമാറാണ് മാൻ ഓഫ് ദ മാച്ച് അവാർഡിന് അർഹനായത്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ അക്ഷർ പട്ടേലും ഈക്വലി ഡിസേർവ് ചെയ്തിരുന്നു. ഇപ്പോൾ വിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിലും 4 ഓവറിൽ 29 റൺസ് മാത്രം വഴങ്ങിയുള്ളൂ. പിന്നീട് അവസാനം വന്നിട്ട് ആ ഒരു ഫൈനൽ പുഷ് നൽകാൻ, ആ ഒരു സ്കോർ പെട്ടെന്ന് ചേസ് ചെയ്യാൻ അക്ഷർ പട്ടേലിന്റെ ഒരു ക്വിക്ക് ഇന്നിംഗ്സ് ഹെൽപ്പ് ചെയ്തു. അതുപോലെ തന്നെ നല്ല ബ്രില്യൻ ക്യാപ്റ്റൻസി ആയിരുന്നു. അപ്പോൾ അക്ഷർ പട്ടേലും അത് ഡിസർവ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി പോയിന്റ് ടേബിളിലേക്ക് വന്നു കഴിഞ്ഞാൽ DC 2ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. 8 മത്സരങ്ങളിൽ നിന്ന് 6 ജയം. അപ്പോൾ ഇവർക്ക് ഇനി അടുത്തൊരു 6 മത്സരങ്ങളിൽ നിന്ന് 2-3 ജയം മതിയാവും. അപ്പോൾ ഇവര് പ്ലേ ഓഫിലേക്ക് പോകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. LSGയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 9 മത്സരങ്ങളിൽ നിന്ന് 5 വിജയമായിട്ട് 5ാം സ്ഥാനത്ത് തന്നെയാണ്. ഇനി അവർക്ക് 5 മത്സരങ്ങളാണുള്ളത്. അപ്പോൾ അതിലൊരു 3 എണ്ണമെങ്കിലും അവർ ജയിക്കണം. ഇപ്പോൾ ഒരു ലാസ്റ്റ് 3-ൽ 2 എണ്ണം തോറ്റു, അതൊരു മൈനർ ബ്ലിപ്പാണെന്ന് കരുതാം. അല്ലെങ്കിൽ ഇനിയും തോൽവികളാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ അതൊന്ന് ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് RCBയും പഞ്ചാബും 8 കളികളിൽ നിന്ന് 5 വിജയമായിട്ട് മുകളിലുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്നുകൂടി ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ DCയെ സംബന്ധിച്ച് വളരെ നല്ലൊരു റിസൾട്ടാണിത്. അവർ പ്ലേ ഓഫിലേക്ക് നല്ലൊരു ഗുഡ് സ്റ്റെപ്പ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.